നോക്ക്, ഞാൻ കൃത്യമായിട്ട് ഇന്ന് പറയുന്നു, ദയവായി നിങ്ങൾ കൺക്ലൂഡ് ചെയ്യരുത് ഒന്നും. ആരോ എന്തോ മുമ്പിൽ വെച്ചിട്ടുണ്ട്, അതിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യാനും അതിനെ കുറിച്ച് ഡിസൈഡും ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ സെറ്റപ്പിൽ, നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പിൽ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, ഒരു കോർട്ടുണ്ട്. അവിടെ പോയി പരാതി കൊടുക്കട്ടെ. എന്താ കൊടുക്കാത്തത്? എന്താണ് അവർ, എന്തിനാണ് ഈ പബ്ലിക് ഒപ്പീനിയനിൽ പുറത്ത് വന്നു പകുതി നുണയും പകുതി സത്യവും മിക്സ് ചെയ്തിട്ട് ഒരു പ്രൊപ്പഗൻഡ ചെയ്യുന്നത്? അല്ല, ഞാൻ നോക്ക്, എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയും. ഞാൻ ഇതാണ് പറയുന്നത്, ഇതിൻ്റെ മെറിറ്റിൽ എനിക്ക് അതിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യാനും കഴിവില്ല. ഇതിന് കഴിവ് ഇലക്ഷൻ കമ്മീഷൻ കോർട്ടിലാണ്. അവർ ചെയ്യുക, അവരെ പോയി പരാതി കൊടുക്കുക. നിങ്ങളെല്ലാവരും അത് ചെയ്യേണ്ടത്. പറയൂ. ഒരു മണ്ഡലത്തിൽ 6 മാസം സ്ഥിരതാമസമാക്കിയവർക്കാണ് അവിടെ വോട്ട്. അവിടെ സ്ഥിരതാമസമല്ലാത്ത ഒരാൾ മറ്റൊരു മണ്ഡലത്തിൽ താമസിക്കുന്നയാൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പോയി അവിടെ മറ്റൊരു മണ്ഡലത്തിൽ പോയി വോട്ട് ചേർക്കുന്നു. അതിൽ തന്നെ ഒരു ഫ്ലാറ്റിൽ, ആ ഫ്ലാറ്റിന്റെ ഉടമ പോലും അറിയാതെ 9 വോട്ടുകൾ ചേർക്കപ്പെടുന്നു. ഇത് ഒറ്റ നോട്ടത്തിൽ താങ്കൾ ഒട്ടേറെ കാലത്ത് അതല്ലേ ഇഷ്യൂ. ഒറ്റ നോട്ടത്തിൽ അതിലൊരു ക്രമവിരുദ്ധത താങ്കൾക്ക് കാണാൻ കഴിയും? എനിക്ക് ഇങ്ങനെ ഒരു ക്രമവിരുദ്ധം ഒന്നും കാണുന്നില്ല. കാരണം ഇതിനു വേണ്ടി ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ചുമതല കൊടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, 2 ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അവരാണ് സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നത്. നോക്കൂ, ആരോപണമാണ് വരുന്നത്. അവർ ബിജെപിക്ക് വേണ്ടി ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നു. കാരണം ഇപ്പോൾ അതൊരു ആരോപണമല്ല, അത് രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ 2014 മുതൽ ഇന്ന് വരെ എത്രയോ ആരോപണം മുമ്പോട്ട് വെച്ചിട്ടില്ലേ? എല്ലാം പൊളിഞ്ഞില്ലേ? ഇതിന്റെ 4 ദിവസം മുമ്പേ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യം പറഞ്ഞില്ലേ? അപ്പോൾ അതും പൊളിഞ്ഞു. അതിന് മുമ്പ് റഫാലിനെ കുറിച്ച് പറഞ്ഞില്ലേ? ആരാണ്? രാഹുൽ ഗാന്ധിയല്ലേ പറഞ്ഞ്. അതിന് മുമ്പ് ജസ്റ്റിസ് ലോയിനെ കുറിച്ച് പറഞ്ഞില്ലേ? അതിനെക്കുറിച്ച് EVM കുറിച്ച് സംസാരിച്ചില്ലേ? എന്താണ് ഇപ്പോൾ EVM മറന്ന് ഇപ്പോൾ ഇലക്ട്രൽ റോൾ ഒരു ഇഷ്യൂ ആക്കിയിരിക്കുന്നത്? ഇതിനെല്ലാം നമ്മളെ പൊളിറ്റിക്കലും ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മുമ്പ് പോയി തെളിവ് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇലക്ഷൻ കമ്മീഷൻ ഗവൺമെൻറ്റിൻ്റെ പോക്കറ്റിലാണെന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ കോർട്ടുണ്ട്, ഒരു അപ്പലേറ്റ് ജുറിസ്ഡിക്ഷൻ ഉണ്ട്. അവിടെ പോയി പരാതി കൊടുക്കട്ടെ. എന്തുകൊണ്ട് അത് ചെയ്യാൻ കഴിയുന്നില്ല? നിങ്ങൾ നോക്ക്, നിങ്ങളാണ് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്. ഗുരുതരമായ ഇഷ്യൂ ആണ്, ഇത് തെറ്റാണ്. നിങ്ങൾ കൺക്ലൂഡ് ചെയ്താൽ ഞാൻ എന്ത് പറയണം? ഞാൻ എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത്? ഞാൻ ബാംഗ്ലൂരിലായിരുന്നു, ഞാൻ ഇവിടെ ഇപ്പോൾ വോട്ടറായി. അത് തെറ്റാണോ? ചൂരിലെ വോട്ടർ പട്ടിക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ.